feeling so good. Feeling good. Ooh. I can't go 'cause I'm feeling so good. Feeling good. Ooh. ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വളരെ എളുപ്പത്തിലും പെട്ടെന്ന് തന്നെ എങ്ങനെ ബക്കറ്റ് ചിക്കൻ റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കനിലേക്ക് ആവശ്യമായ മസാല റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തെടുത്തു. 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു ഹാഫ് ലെമൺ, പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് വിനാഗിരിയും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഓരോ പിടി വീതം കരിവേപ്പില, മല്ലിയില, പുതിനയില ഇതുപോലെ ചിക്കൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഈ ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തും എത്തും വിധം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഞാൻ ചിക്കനിൽ എല്ലാ ഭാഗത്തുമായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1 അവർ മാറ്റി വെക്കണം. ഇനി ബക്കറ്റ് ചിക്കൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇതുപോലുള്ളൊരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. കമ്പിയുടെ മുകളിലൂടെ വാഴയില ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഒരു 2-3 വാഴയില ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെച്ചെടുക്കുക. ചിക്കനിൽ മണ്ണൊന്നും ആവാതെ നല്ല നീറ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ സെറ്റാക്കി വെച്ച ഈ കമ്പിയിലോട്ടാണ് ചിക്കൻ ഇറക്കി കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ചിക്കൻ ഇങ്ങനെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് കഴുത്തൊക്കെ ശരിയാക്കി സെറ്റാക്കി വെക്കാം. ഇനി കാല് രണ്ടും ക്രോസ് ആക്കി വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കിയിട്ട് കെട്ടിക്കൊടുക്കുക. വെന്ത് വരുന്ന സമയത്ത് ചിക്കൻ്റെ കാല് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതുപോലുള്ളൊരു ബക്കറ്റ് എടുത്തിട്ട് ചിക്കൻ മൂടി വെക്കുക. ചിക്കൻ ബക്കറ്റിൽ തട്ടാതെ ശ്രദ്ധിക്കണം. അതുപോലെ പുറമെ ഗ്യാപ്പ് വരാനും പാടില്ല, ഉള്ളിലേക്ക് എയർ കിടക്കും. അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകളിലൊരു വെയിറ്റും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ബക്കറ്റിൻ്റെ ചുറ്റിലും വിറകും ഓലയൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 3 ഭാഗത്ത് തീ കൊടുക്കുക. ഒരു 20 മിനിറ്റ് മതി നമ്മുടെ ഈ ബക്കറ്റ് ചിക്കൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട്. ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ബക്കറ്റിൻ്റെ ചുറ്റിലും വെച്ച വിറകും ഓലയൊക്കെ മുഴുവനായിട്ട് കത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ ഈ ബക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു 20 മിനിറ്റ്സാണ് നമ്മൾ ഈ ബക്കറ്റ് ചിക്കൻ റെഡിയാക്കുന്നതിന് വേണ്ടി എടുത്ത ടൈം. അപ്പം നമ്മളും കട്ട വെയിറ്റിങ്ങിലാണ്. ചിക്കൻ്റെ അവസ്ഥ വാവ്, നല്ല അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബക്കറ്റ് ചിക്കൻ. വളരെ എളുപ്പത്തിൽ എങ്ങനെ ബക്കറ്റ് ചിക്കൻ തയ്യാറാക്കിയെടുക്കാം എന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.